ലോകത്തിന് ഭാരതമാണ് ഗണിതം കൊടുത്തത് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഭാരതീയ ഗണിതം യൂറോപ്പിലും സൗദി അറേബ്യയിലും അറബ് രാജ്യങ്ങളിലൊക്കെ എത്തിയത് എന്നതിനെക്കുറിച്ച് ആർക്കെങ്കിലും വല്ല ധാരണയുണ്ടോ? ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ കാണില്ല. ലോകത്തിലെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയ്ക്ക് എല്ലാം ആധാരമായ ഭാരതീയ ഗണിതം എങ്ങനെയാണ് പാശ്ചാത്യ ലോകത്ത് എത്തപ്പെട്ടത്? ഈ അറിവിന്റെ വ്യാപനത്തിന് കാരണക്കാരായ ബർമ കിഡ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രമുഖ ചരിത്ര ലേഖകനായ വില്യം ഡാർലിംപിൾ ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം എഴുതി. ദ ഗോൾഡൻ റോഡ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഈ ചരിത്രം എഴുതിയിട്ടുണ്ട്. 8ാം നൂറ്റാണ്ടിലാണ് വ്യാപകമായി ഇന്ത്യൻ മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി, മെഡിസിൻ തുടങ്ങിയവ പാശ്ചാത്യ ലോകത്തേക്ക് സഞ്ചരിച്ചു തുടങ്ങും. 8ാം നൂറ്റാണ്ടിൽ ബാഗ്ദാദിലെ അബ്ബാസിദ് ഖലീഫയുടെ വസീറുകൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുൻപ് ബുദ്ധിസ്റ്റുകളായിരുന്നു. അവർ ബുദ്ധവിഹാര അധിപതികളുടെ കുടുംബമായിരുന്നു. ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, ബർമ കിഡ്സ് എന്നാണ് ഇവരെ വിളിച്ചിരുന്നത്. ഇവരാണ് ഇന്ത്യൻ സയൻസിനെ അറേബ്യൻ ലോകത്ത് പരിചയപ്പെടുത്തുന്നത്, എത്തിക്കുന്നത്. അവർ ബ്രഹ്മഗുപ്തന്റെ ബ്രഹ്മസ്ഫുട സിദ്ധാന്തവും ഖണ്ഡകാദ്യവും ആര്യഭടന്റെ രചനകളും സൂര്യ സിദ്ധാന്തവും എല്ലാം അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്തു. 11ാം നൂറ്റാണ്ടിൽ അൽ ബിറൂനി എഴുതിയത് സയന്റിഫിക് ആസ്ട്രോണമി ആദ്യമായി അറേബ്യയിലേക്ക് എത്തിയത് ബ്രഹ്മഗുപ്തന്റെ ഗ്രന്ഥങ്ങളിലൂടെയാണ്, അല്ലാതെ ടോളമിയുടെ ഗ്രന്ഥങ്ങളിലൂടെ അല്ല എന്നാണ്. ഇതിനോടൊപ്പം ഭാരതീയ സംഖ്യകളും അറബ് ലോകത്ത് ചെന്നു ചേർന്നു. അൽ ഖ്വാരിസ്മിയെ പോലെ ഉള്ള ആളുകൾ ഈ സംഖ്യകളും ഭാരതീയ ഗണിതക്രിയകളും പഠിച്ചു. അവരിൽ നിന്നും ഫിബോനാച്ചിയെ പോലുള്ളവർ ഈ സമ്പ്രദായത്തെ പഠിക്കുകയും യൂറോപ്പിൽ വ്യാപിപ്പിക്കുകയും ചെയ്തു. അൽ ഖ്വാരിസ്മിയും ഫിബോനാച്ചിയുമെല്ലാം തങ്ങളുടെ രചനകളിൽ ഹിന്ദു സംഖ്യകൾ എന്നും ഹിന്ദു ഗണിത ക്രിയകൾ എന്നും പേരെടുത്ത് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം. എന്നിട്ടും കൊളോണിയൽ കാലത്ത് സയൻസിന്റെ ചരിത്രത്തിൽ നിന്നും ഈ സുപ്രധാന വിവരങ്ങളെല്ലാം മറയ്ക്കപ്പെട്ടു. അൽഗുരിതമായാലും അൽജിബ്രയായാലും എല്ലാം അൽ ഖ്വാരിസ്മിയിൽ നിന്ന് തുടങ്ങിയതാണ് എന്നുള്ള വിശ്വാസം പ്രചരിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് അറബിക് ന്യൂമറൽസ് ഹിന്ദു അറബിക് ന്യൂമറൽസ് എന്ന് മാറ്റി പറയപ്പെടുന്നുണ്ട്. വില്യം ഡാർലിംപിളിനെ പോലുള്ളവർ ഈ ചരിത്രത്തെ പ്രചരിപ്പിക്കുന്നതിനായിട്ട് മുന്നിട്ടിറങ്ങുകയും ചെയ്തു. ഇന്ന് ഡിജിറ്റൽ ലോകം നിലനിൽക്കുന്നത് 0, 1 എന്ന ബൈനറി നമ്പർ സിസ്റ്റത്തിലാണെന്ന് നമുക്കറിയാം. ആദ്യമായി ഈ ബൈനറി സിസ്റ്റത്തെ മുന്നോട്ട് വെച്ചത് പിംഗളാചാര്യന്റെ ചന്തശാസ്ത്രമാണ് എന്ന കാര്യം നമ്മളിൽ എത്ര പേർക്കറിയാം? ഫിബോനാച്ചിക്കും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഫിബോനാച്ചി ശ്രേണിയെക്കുറിച്ച് പ്രതിപാദിച്ചതും ചന്തശാസ്ത്ര ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ഭാരതീയ ഗണിത പാരമ്പര്യത്തിൻ്റെ കൂടുതൽ വസ്തുതകൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം.